അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ പെൻഷൻ സ്കീമിൻ്റെ ഭാഗമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തുന്ന പുതിയ പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ ആരംഭിക്കും. വിവിധ ബാങ്കുകളുടെ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ സ്പെഷ്യൽ ക്യാമ്പയിനുകൾ ആരംഭിക്കുക. നമ്മളുടെ രാജ്യത്ത് തന്നെ അസംഘടിത മേഖലയിലാണ് കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് 60 വയസ്സൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വിശ്രമകാലത്ത് സ്ഥിരമായിട്ട് ഒരു വരുമാനമില്ല, പെൻഷൻ പോലുള്ള സ്കീമുകളില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് നമ്മളുടെ രാജ്യത്തെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർക്ക്, കർഷകർക്ക്, കർഷക തൊഴിലാളികൾക്ക്, അതോടൊപ്പം തന്നെ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാമായിട്ട് NPSൻ്റെ നാഷണൽ പെൻഷൻ സ്കീം പ്രകാരമുള്ള സഞ്ജയ് എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയുടെ ഭാഗമാകുന്നതിന് സാധിക്കുമെന്നാണ് ഇപ്പോൾ NPSൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കൺട്രോളിലാണ് NPS പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം നമുക്കറിയാം. മറ്റ് വിവിധ മേഖലയിലുള്ളവർക്ക് വേണ്ടി, അതായത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റ് എംപ്ലോയീസിന് വേണ്ടി എല്ലാം തന്നെ NPSൻ്റെ വിവിധ സ്കീമുകൾ നിലവിലുണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടി ഒരു പദ്ധതി നിലവിലുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ ലഭിക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെയൊക്കെ പിന്നീടും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. കർഷകരായിട്ടുള്ളവർ, കർഷക തൊഴിലാളികൾ, അതോടൊപ്പം തന്നെ വിവിധ സാധന സാമഗ്രികൾ വിൽപ്പന നടത്തുന്നവർ, അതോടൊപ്പം സ്വയം തൊഴിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവർ, ചെറുകിട സംരംഭകർ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ മേഖലയ്ക്കും ഉതകുന്ന രീതിയിലാണ് NPSൻ്റെ പുതിയ സ്കീം സഞ്ജയ് എന്ന് പറയുന്ന സ്കീം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ളവർക്ക് സ്കീമിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. 250 രൂപയോളമാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ആദ്യഘട്ട നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈടാക്കുന്നത്. ഇത് അസംഘടിത മേഖലയിലെ ആളുകളായതുകൊണ്ട് തന്നെ അവരുടെ വരുമാനത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ മന്ത്ലി അല്ലെങ്കിൽ അവരുടെ ഇയർലിയുള്ള നിക്ഷേപത്തിൽ മാറ്റങ്ങളുണ്ടാകും. ചെറിയ അംശാദായം പോലും 10 രൂപയിൽ ആരംഭിക്കാവുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ക്രമീകരണം എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ചെറിയ നിക്ഷേപമാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അടച്ച് 60-ാം വയസ്സിലെത്തുമ്പോൾ നമുക്ക് തുകയുടെ 60% പിൻവലിക്കുന്നതിന് വേണ്ടി സാധിക്കും. മറ്റെല്ലാ പെൻഷൻ രീതി പോലെ തന്നെ ബാക്കിയുള്ള 40% അത് നമുക്ക് മന്ത്ലി പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിലവിൽ മറ്റ് NPS സ്കീമിൻ്റെ അതേ മാതൃകയിലൊക്കെ തന്നെയായിരിക്കും ഇത് പ്രവർത്തിക്കുക. പക്ഷേ മറ്റ് ആനുകൂല്യങ്ങൾ, ടാക്സ് ബെനിഫിറ്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ അടയ്ക്കുന്ന അംശാദായമെല്ലാം കൃത്യമായിട്ട് പരിഗണിച്ച് അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു മന്ത്ലി പെൻഷനും അതൊക്കെ തന്നെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിൽ NPSനെ പറ്റിയുള്ള അവബോധം കൃത്യമായിട്ട് ബോധിപ്പിച്ച് ഇത്തരത്തിൽ ചെറിയ നിക്ഷേപ പദ്ധതികളിലൂടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് അവർക്ക് കൂടി നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. NPSൻ്റെ സഞ്ജയ് സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദ വിവരങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ പ്രത്യേക ക്യാമ്പയിനുകളിലൂടെ ആരംഭിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മളുടെ സംസ്ഥാനത്തും ICICI ബാങ്കൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ NPSൻ്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം തന്നെ ആധാർ കാർഡുണ്ട്, പാൻ കാർഡ് ഉണ്ടാകും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ഇത്തരം രേഖകളൊക്കെ മതിയാകും. KYC പ്രോസസ് എല്ലാം പൂർത്തിയായ ശേഷം നമുക്ക് നിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദ വിവരങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. വരുന്ന മാസങ്ങളിൽ തന്നെ നമ്മളുടെ സംസ്ഥാനം ക്യാമ്പയിനുകൾ ഊർജിതമായിട്ട് തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.